ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമുക്ക് 2 വരി പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നടപ്പിൻ, വചനത്തെ അനുസരിപ്പിൻ, അവ നിനക്കായി പ്രവർത്തിച്ചിടും. നിനക്ക് ആയുസ്സും ആരോഗ്യവും സമ്പാദ്യം സമാധാനവും ജീവനും നൽകിടുന്നു. ദൈവവചനത്തിൽ നടപ്പിൻ, വചനത്തെ അനുസരിപ്പിൻ, അവ നിന്നെ കരുതിടുന്നു, അവൻ നിന്നെ പുലർത്തിടുന്നു. പുസ്തകം 6 ഹല്ലേലൂയ 6-7 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ മക്കളോട് ദൈവത്തിന്റെ വചനത്തെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. നമ്മൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഇരിക്കുമ്പോഴും, ഹല്ലേലൂയ, വഴിയിൽ നടക്കുമ്പോഴും, കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും, ഹല്ലേലൂയ, അവ നമ്മൾ എന്തെങ്കിലും സംസാരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, പാപത്തിനെതിരായി പോരാടുവാൻ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് എന്ത്? ദൈവവചനം. ഹല്ലേലൂയ. ദൈവവചനം, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിന്റെ മാംസപലകിൽ എന്താണ്? എഴുതണം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവിന്റെ വാക്ക് കേട്ട് അനുസരിക്കാൻ, ഹല്ലേലൂയ, നാം തയ്യാറാകണം. ഹല്ലേലൂയ. വചനം അനുസരിക്കുകയും വചന കൽപ്പനകളെ, ഹല്ലേലൂയ, സ്തോത്രം, പ്രമാണിക്കുകയും ചെയ്യുന്നവൻ, ഹല്ലേലൂയ, സ്തോത്രം, പാപത്തെ എന്താണ്? വെറുക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഉള്ളവനെ ദൈവം എന്താണ്? ഈ ലോക മോഹങ്ങളിലേക്ക് വീണു പോകുവാൻ അനുവദിക്കാതെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ അയച്ച് ആ വ്യക്തി എന്താണ്? സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കലും വഴി തെറ്റി നടക്കുവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ മക്കളെ, ഹല്ലേലൂയ, വചനം ഉപദേശിച്ചു കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, അതനുസരിച്ച് അവർ ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ, അവരെന്റെ നേർവഴിക്ക് നടക്കുന്നു. ഹല്ലേലൂയ. അപ്പനും അമ്മയും, ഹല്ലേലൂയ, വചനത്തെ, ഹല്ലേലൂയ, തന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും വചനം അനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ഹല്ലേലൂയ. തലമുറകൾ അങ്ങനെയല്ല. സ്തോത്രം. ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും, ഹല്ലേലൂയ, വചനം അനുസരിക്കാൻ ആഗ്രഹമില്ലാത്തവരും, ദൈവത്തെ ഭയമില്ലാത്തവരുമാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ എന്ത് തെറ്റ് ചെയ്യുന്നതിന് ഒരു മടിയുമില്ലാത്ത അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ മക്കളെ നേർവഴിക്ക് നടത്തുവാൻ, ഹല്ലേലൂയ, നമ്മൾ പ്രാർത്ഥിക്കണം. ആദ്യം തന്നെ നമ്മൾ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം ഇരിക്കാതിരിക്കുകയും, ഹല്ലേലൂയ, നമ്മുടെ മക്കളോട് ദൈവത്തിന്റെ വചനത്തെ, ഹല്ലേലൂയ, ഉപദേശിച്ചു കൊടുക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ദൈവത്തോട് എന്ത് ചെയ്യണം? ക്ഷമ ചോദിക്കണം. കർത്താവേ, എന്റെ മക്കളോട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ദൈവവചനം ഉപദേശിച്ചു കൊടുക്കാൻ. സ്തോത്രം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്നായ പിതാവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ വചനം ഇരിക്കുവാനും, ഹല്ലേലൂയ, അതുപോലെ വീട്ടിൽ ഇരിക്കുമ്പോഴും, വഴിയിൽ നടക്കുമ്പോഴും, കിടക്കുമ്പോഴും, എഴുന്നേൽക്കുമ്പോഴും ദൈവവചനത്തെക്കുറിച്ച് സംസാരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കണേ. അവരെ നേർവഴിക്ക് നടത്തണമേ. കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ വഴി നടത്തുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ നേർവഴിക്ക് നടത്തുന്നതിനായി സ്തോത്രം. പല കുഞ്ഞുങ്ങളും, കർത്താവെ, തെറ്റായി വഴികളിലൂടെ കടന്നു പോകുമ്പോഴും അവരെയും, കർത്താവെ, നേർവഴിക്ക് നടത്തി, ഹല്ലേലൂയ, സ്തോത്രം, തെറ്റായ വഴിയിൽ നിന്ന്, കർത്താവെ, അവരെ കരകയറ്റുമാറാകണം. നശിച്ചു പോകാതിരിക്കേണ്ടതിന്, കർത്താവെ, അവരെ വഴി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനേകം, ഹല്ലേലൂയ, സ്തോത്രം, അപ്പനും അമ്മമാര് ഭാരപ്പെടുന്നുണ്ട് തന്റെ മക്കളെ ഓർത്ത്. കർത്താവെ, ഹല്ലേലൂയ, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് സമാധാനം നൽകി എൻ്റെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. തൻ്റെ മക്കൾ നേർവഴിക്ക് നടക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവവചനത്തെ അനുസരിക്കുവാൻ, ഹല്ലേലൂയ, കർത്താവെ, എല്ലാവരെയും കർത്താവ് ഒരുക്കണമേ നാഥ. ആ ഒരു തലമുറകളും ഒരു വ്യക്തി ജീവിതങ്ങളും, കർത്താവെ, നശിച്ചു പോകുവാൻ കർത്താവ് അനുവദിക്കരുത്. കർത്താവെ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വഴി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനകളും യാചനകളും കേട്ട ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.